ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന പ്രയാഗ്രാജ് കുംഭമേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തി. അപ്പോൾ കുംഭമേളയിലെത്തി അതിൽ മുങ്ങി കുളിച്ച് വന്നതിന് ശേഷം യോഗി ആദിത്യനാഥ് ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നല്ലോ, ഇതിലുണ്ടല്ലോ. യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യങ്ങളല്ല, രാഷ്ട്രപതിയുടെ സന്ദർശനമാണ് ശ്രദ്ധേയം. നമ്മുടെ പത്രങ്ങളിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഖേദമുണ്ടായി. കുംഭമേള എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന ഒരു വലിയ മഹോത്സവം അല്ലേ, ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ആഘോഷമാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട. അതിന് നമ്മുടെ മാധ്യമങ്ങൾ അതിനോട് എടുക്കുന്ന നിലപാട് വളരെ മോശമാണ്. ഹിന്ദുക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവമതിക്കലും തള്ളിക്കളയലുമാണ്, വളരെ മോശമാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയി സ്നാനം ചെയ്ത് മനോരമ പത്രത്തിന് എടുക്കുന്നത് മനോരമയോടുള്ള ദേഷ്യം കൊണ്ടല്ല, കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള സർക്കുലേഷനിൽ ഒന്നാമത് നിൽക്കുന്ന പത്രം. കാരണം മനോരമ എടുക്കുന്ന ഒരു ഫോർമാറ്റ് ബാക്കി എല്ലാവരും കോപ്പി അടിക്കാറുണ്ട്. മനോരമയെ എല്ലാവരുടെയും ആഗ്രഹം മനോരമയെ പോലെ ആവണമെന്നല്ലേ, മനോരമയെ പോലെ ഒന്നാമതെത്തണം എന്നാണ് എല്ലാ പത്രങ്ങളുടെയും. ഞാൻ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പത്രങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നത്, ടെലിവിഷൻ ചാനലുകളെ ആരും ഇപ്പോൾ ഗൗനിക്കാറില്ലല്ലോ, കാരണം അവരുടെ അജണ്ടയൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷേ പത്രങ്ങൾ കുറച്ചുകൂടെ ഭേദപ്പെട്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. കാരണം അവർക്കൊരു വലിയ ട്രഡീഷനുണ്ട്. ഈ ന്യൂസ് ചാനലുകൾക്കൊക്കെ കൂടിപ്പോയ 2-3 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. മനോരമയ്ക്കൊക്കെയാണ് നൂറ്റാണ്ടിനപ്പുറത്ത് പാരമ്പര്യമുള്ളതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം. മനോരമയാണെങ്കിലും ദീപികയാണെങ്കിലും കേരളകൗമുദിയാണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും ഒക്കെ 100 വർഷത്തിനപ്പുറത്ത് പ്രാധാന്യമുള്ള പ്രചാരമുള്ള ചരിത്രമുള്ള പത്രങ്ങളാണ്. അവരൊക്കെ എടുക്കേണ്ട ഒരു നിലപാടെന്ന് പറഞ്ഞാൽ മാധ്യമരംഗത്ത് ഒരു മൈൽ സ്റ്റോണോ ഒരു മാതൃകയോ ഒക്കെ ആവേണ്ടതാണ്. അപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന ആദ്യത്തെ രാഷ്ട്രപതിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമാണ് ഈ കുംഭമേള എന്നൊക്കെ പറയുന്ന കുംഭമേളയിൽ ദ്രൗപദി മുർമു പങ്കെടുക്കാനെത്തി. പ്രയാഗിലെത്തിയ ദ്രൗപദി മുർമുവിനെ സ്വീകരിച്ചത് യോഗി ആദിത്യനാഥാണ്, UP മുഖ്യമന്ത്രി, ഗവർണറുമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിക്കണം എന്ന് പറയാം, ശരിയാണ്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. യോഗി ആദിത്യനാഥ് ആരാണ്? അദ്ദേഹം ഗോരഖ്നാഥൻ്റെ മുഖ്യ പൂജാരിയാണ് അല്ലേ? അതെ, ഗോരഖ്നാഥൻ്റെ മുഖ്യ പൂജാരിയായ ആളെന്ന് പറഞ്ഞാൽ അവർക്ക് ഗോരഖ്നാഥൻ്റെ വിശ്വാസികൾക്ക് നാഥ് സെക്റ്റിലുള്ള സന്യാസി പരമ്പരകൾക്ക് ദൈവതുല്യനായ മനുഷ്യരാണ്. ഇനി നേപ്പാൾ രാജകുടുംബത്തിൻ്റെ രാജഗുരുവാണ്, നേപ്പാളികളുടെ ഗൂർഖകളുടെ പരമാചാര്യനാണ്. അങ്ങനെ അത്യുന്നതമായ ആത്മീയ പരിവേഷം കൂടിയുള്ള ആത്മീയ പീഠത്തിലിരിക്കുന്ന ആൾ കൂടിയാണ് യോഗി ആദിത്യനാഥ്. വേണമെങ്കിൽ അങ്ങനെ ഒരു സന്യാസി, അപ്പോൾ ചിലർ സന്യാസിയാണ്, സന്യാസിക്ക് രാജ്യം ഭരിക്കാൻ പറ്റുമോ? രാജ്യം ഭരിച്ചിട്ടുണ്ട് സന്യാസിമാർ രാജാക്കന്മാരായിട്ടുണ്ട്, രാജാക്കന്മാർ സന്യാസിമാരുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജർഷി എന്ന്, രാജാവ് സന്യാസിയാവുന്നതിനാണ് രാജർഷി എന്ന് പറയുന്നത്. വിശ്വാമിത്രനൊക്കെ രാജർഷി ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇന്ത്യയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സന്യാസിമാരും രാജ്യം ഭരിച്ചിട്ടുണ്ട്. സന്യാസി രാജ്യം ഭരിക്കുമ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സർക്കാരുകളൊന്നായി UP മാറിയിരിക്കും. ജനങ്ങൾക്ക് ശാന്തി സമാധാനം കിട്ടുന്നു. അതാണ് ഏറ്റവും മുമ്പ് നമ്മളെപ്പോഴും അക്രമവും പ്രശ്നങ്ങളും അതാണ് സംസ്ഥാനത്തെ സമാധാനപരമായി കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള രാജർഷിയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ആദിവാസി വിഭാഗത്തിൽ, ചിലരൊക്കെ പറയുന്നില്ലേ ഇന്ത്യൻ പ്രസിഡന്റ് ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ആയതുകൊണ്ട് വലിയ പരിഗണനയൊന്നും ആരും കൊടുക്കുന്നില്ല. അവിടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ UP മുഖ്യമന്ത്രിയായ ഗോരഖ്നാഥൻ്റെ മുഖ്യ പുരോഹിതൻ്റെ പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. അതിനുശേഷം യോഗി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എഴുതി, മദർ പ്രസിഡൻറ്റ് അമ്മയെന്നാണ് വിളിച്ചത്, അമ്മ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി പ്രയാഗ്രാജിൽ വന്നിരിക്കുന്നു, കുംഭമേളയ്ക്ക് വന്നിരിക്കുന്നു എന്ന് വികാരനിർഭരമായ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ, എക്സിൽ, ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ആയിട്ട് വന്നു. എന്നിട്ട് യോഗി ദ്രൗപദി മുർമു പങ്കെടുത്ത എല്ലാ പരിപാടികളുടെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ യോഗിയുടെ ഒപ്പം അവിടെ ഒരു ഡിജിറ്റൽ അനുഭൂതി കേന്ദ്രമാണ്. മഹാകുംഭിൻ്റെ കാര്യങ്ങളൊക്കെ ഡിജിറ്റലി ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു മ്യൂസിയം പോലെ ഡിജിറ്റൽ അനുഭൂതി കേന്ദ്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പം എന്താണ് കുംഭമേളയിൽ നടക്കുന്നതിൻ്റെയൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സജ്ജമാക്കിയത് ഡിജിറ്റൽ കേന്ദ്രത്തിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തി. കൂടെ യോഗി ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ പോയത് അവിടുത്തെ അതിപ്രശസ്തമായ ഹനുമാൻ കോവിലെ വട ഹനുമാൻജി തീർത്ഥരാജ് പ്രയാഗിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി. അവിടെ ഹനുമാൻ്റെ പ്രതിഷ്ഠ എന്ന് സാധാരണ നമ്മൾ കാണുന്ന ഹനുമാൻ്റെ വിഗ്രഹം
ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന തരത്തിലാണ്. ഇവിടെ ഹനുമാൻജി നിലത്ത് കിടക്കുകയാണ്. ശയന മാതൃകയിലുള്ള, ശയനഭാവത്തിലുള്ള, ശയിക്കുന്ന ഭാവത്തിലുള്ള ഹനുമാൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ അവിടുത്തെ സവർണ ബ്രാഹ്മണ മേധാവികൾ, ബ്രാഹ്മണിക്കൽ ഹെജിമണി വീണ്ടും വരികയാണ്. അവരുടെ ഒപ്പം നിന്ന് ദ്രൗപദി മുർമു പ്രാർത്ഥിച്ചു. ഹനുമാൻ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി അവിടെ ആരതി ഒഴിഞ്ഞ് പുഷ്പങ്ങൾ സമർപ്പിച്ച് ഹനുമാൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഇന്ത്യയുടെ രാഷ്ട്രപതി. അപ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ രാഷ്ട്രപതി ആയെങ്കിൽ പോലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊന്നും ദ്രൗപദി മുർമുവിനെ കയറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ആളുകൾ, ഇല്ലേ? അയോധ്യയിൽ എന്തുകൊണ്ട് രാഷ്ട്രപതിയെ കൊണ്ട് ചെയ്യിച്ചില്ല? ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. അത് നരേന്ദ്രമോദി പോയി അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ പൂജ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു മോഹവും അന്ന് രഥയാത്ര നടക്കുമ്പോൾ അദ്വാനിക്കൊപ്പം അതിൻ്റെ പിന്നിലുണ്ട ഒരാളാണ്. ആ രഥത്തിൽ മോദി ഇരിക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണ്. അതിനൊപ്പം സഞ്ചരിച്ച, അതിലൂടെ അനൗൺസ്മെൻറ്റും ഒക്കെ നടത്തിക്കൊണ്ട് ആ കൂടെ സഞ്ചരിച്ച ആളാണ് നരേന്ദ്രമോദി. ആ കണ്ണിയിൽ ഇപ്പോൾ തലപ്പത്തുള്ള ഭരണകേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളാണ്. രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് തൻ്റെ നിയോഗം കൂടിയാണ് എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ചെയ്തത്. അല്ലാതെ ദ്രൗപദി മുർമു ഈ പറഞ്ഞതുപോലെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടല്ല അന്ന് അവിടെ രാമക്ഷേത്രത്തിൽ പോകാതിരുന്നത്. അതിനുശേഷം ദ്രൗപദി മുർമു പോയിട്ടുണ്ടല്ലോ, പലരും പിന്നീട് സന്ദർശനം നടത്തിയല്ലോ. അതുപോലെ അതിൻ്റെ ഗർഭഗൃഹത്തിൽ തന്നെ കയറിയാണ്. അവിടെ നമുക്ക് കേരളത്തിലെ പൂജാവിധിയായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ വ്യത്യസ്തമായി കാണുന്നത്. കാരണം നമ്മുടെ താന്ത്രിക രീതിയല്ല ഉത്തരേന്ത്യയിൽ, കേരളത്തിലുള്ള ഒരു പൂജാ സമ്പ്രദായമല്ല. അതുകൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള പല ക്ഷേത്രങ്ങളിലും നമുക്ക് വിഗ്രഹത്തിൽ തൊട്ടു പ്രാർത്ഥിക്കാൻ പറ്റും. തന്ത്രത്തിൽ വ്യത്യാസമുണ്ട്. ഓരോ സ്ഥലത്തുമുള്ള പ്രാദേശികമായ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഗർഭഗൃഹം എന്ന് പറയുന്ന ഈ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കയറി ചെല്ലാം. അവിടെ കയറി ചെന്നിട്ട് ദ്രൗപദി മുർമു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വീണ്ടും കാണിക്കുന്നതാണ് ഇവർ പ്രചരിപ്പിക്കുന്ന പോലെ. ഇപ്പോൾ സവർണ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയുടെ ആളുകളായ BJP ഭരിക്കുന്നതുകൊണ്ട് ആദിവാസികളെ ഇപ്പോഴും പേരിനൊക്കെ എടുത്ത് വെക്കും, ഇവരെയൊന്നും വേണ്ട സ്ഥലത്ത് അടുപ്പിക്കുകയില്ല എന്ന് പറയുന്നുള്ള മറുപടിയും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ദ്രൗപദി മുർമു ഈ പ്രയാഗ് തീർത്ഥരാജിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ, വിഖ്യാതമായ ഹനുമാൻ ക്ഷേത്രത്തിൽ കയറി പൂജ നടത്തിയ ചിത്രങ്ങൾ ഒരെണ്ണം പോലും പുറത്തു വരാതിരിക്കാൻ വല്ലാത്ത ജാഗ്രത കാണിച്ചു നമ്മുടെ മാധ്യമങ്ങൾ. അതിനുശേഷം ദ്രൗപദി മുർമു അവിടെ തീർത്ഥഘട്ടിലിറങ്ങി സ്നാനം ചെയ്തു. അതിൻ്റെ ചിത്രവും നമുക്ക് കാണാം. രാഷ്ട്രപതി അവിടെ മുങ്ങിക്കുളിച്ചെന്ന് വരുന്നു. ചുറ്റും വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ അവർ നീന്തൽ വേഷമൊക്കെ ധരിച്ചുണ്ട്. അതിപ്പോൾ ഏത് VIP വന്നാലും, അഖിലേഷ് യാദവ് വന്നിറങ്ങിയാലും ഉണ്ടാവും. കാരണം ഒരു അപകടം പറ്റിയാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സൈനികർ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് കടലിൽ നിൽപ്പുണ്ട്. കടലിലല്ല, പുഴയിലുണ്ട്. അതുകൂടാതെ പ്രാർത്ഥനയോടെ കണ്ണുകളടച്ച് അങ്ങേയറ്റത്തെ ഭക്തി പാരവശ്യത്തോടെ ദ്രൗപദി മുർമു പ്രാർത്ഥിക്കുന്ന ചിത്രവും വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒന്നാം പേജിൽ കൊടുത്തില്ലെങ്കിൽ പോലും പ്രിയപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെ, പത്രാധിപന്മാരെ, നിങ്ങൾ ദ്രൗപദി മുർമു പ്രയാഗിലെത്തി കുംഭമേളയിൽ പങ്കെടുത്ത് ഈ ഹനുമാൻ കോവിലിൽ പൂജ നടത്തി അവിടെ സ്നാനം ചെയ്യുന്ന ചിത്രം നിങ്ങൾ ഒന്നാം പുറത്ത് കൊടുക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ പ്രഥമ പൗര, ആ പ്രഥമ പൗര എവിടെ ചെന്നാലും അത്രയും പ്രാധാന്യമുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തെ മീഡിയ അതിനെ മനഃപൂർവ്വം മുക്കുകയാണ്. ഇപ്പം മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ഭരണത്തലവനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ രാജ്യത്തെ പത്രങ്ങൾ, മീഡിയയിൽ ഫ്രണ്ട് പേജിൽ അത് വരികയാണ്. ഇവിടെ ഈ സോണിയാഗാന്ധി അടക്കമുള്ളവർ നമ്മുടെ രാഷ്ട്രപതി എന്തൊക്കെയാണ് പറഞ്ഞത്, ഇപ്പം ലോക്സഭയിൽ നടന്ന സമ്മേളനത്തിൽ അവർ സംസാരിച്ച് പോർത്തിങ്, അപ്പോൾ അവരെ അങ്ങനെയാണ് കാണുന്നത് ഈ സോണിയെ പോലുള്ളവരുടെ കുടുംബം, പാവസ്ത്രീ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ പാരമ്പര്യത്തെ, സംസ്കാരത്തെയൊക്കെ ഉൾക്കൊള്ളുന്ന മുഴുവൻ ആളുകളും ഈ രാഷ്ട്രപതി അവിടെ എത്തിയതിനെ, പ്രയാഗ്രാജിൽ ചെന്നതിനെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വീകരിക്കുന്നതിനൊക്കെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അതിൽ സന്തോഷം കൊള്ളുന്നവരുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത, അതിൽ അസംതൃപ്തരായ ആൾക്കാരല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ചില ഫോട്ടോസ് മുക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സിനു പറഞ്ഞത് സോണിയാഗാന്ധിയുടെ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ അമ്മ എന്ന് വിളിച്ചിട്ടാണ് യോഗി ആദിത്യനാഥ് പോസ്റ്റ് ഇട്ടത്. പിന്നെ സോണിയാഗാന്ധി അമ്മയെന്ന് വിളിക്കായിരുന്നെന്ന് വേണം പറയാം. സോണിയാഗാന്ധിക്ക് ഇപ്പോൾ 80 വയസ്സ് മാറ്റമുണ്ട്. ദ്രൗപദി മുർമു ഇനി 10-20 വയസ്സ് കുറവാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഈ സ്ത്രീ പൊട്ടിപ്പണ്ണെന്നോ ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചത്. പുവർ തിങ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പുവർ തിങ് എന്ന് വിളിച്ചിട്ട് ഈ വൃത്തികെട്ട വിദേശി മറാമയ്ക്ക് ഒരു ഖേദം പോലും ഇതുവരെ തോന്നിയിട്ടില്ല. പുവർ തിങ് എന്ന് ഒരു മനുഷ്യനെ വിളിക്കാവോ പുവർ തിങ് എന്ന്? അപ്പോഴാണ് രാജ്യത്തെ പരമോന്നത
പദവിയിലിരിക്കുന്ന രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും മുകളിലാണെന്ന് പറയാവുന്ന, കാരണം ഇന്ത്യയിലെ ഒരു നിയമപ്രകാരവും രാഷ്ട്രപതിക്കെതിരെ കേസെടുക്കാനോ വിളിച്ചു വരുത്താനോ ഒന്നും പറ്റില്ല. പദവിയിലിരിക്കുമ്പോൾ ഒരു നിയമ നടപടിയും പറ്റില്ല രാഷ്ട്രപതിക്ക്. അതുപോലെ സുപ്രീം പദവിയിലിരിക്കുന്ന ഒരാൾ ദ പുവർ തിങ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഒരു ഖേദം പറയാനുള്ള മാന്യത പോലും സോണിയ കാണിച്ചിട്ടില്ല. അപ്പോഴാണ് യോഗി ആദിത്യനാഥ്, നിങ്ങളൊക്കെ വല്ലാത്ത ദുഷ്ടനും ഭീകരനുമാണെന്ന യോഗി അമ്മയെ എന്ന് വിളിച്ച് സംബോധന ചെയ്ത് രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം സിനു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. പത്രങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? മറ്റു രാജ്യങ്ങളിലാണ്, ഇപ്പം ട്രംപ് അവിടെ ഒരു കുംഭമേള ഉണ്ടെങ്കിൽ ആ കുംഭമേളയിൽ സ്നാനം ചെയ്ത് ഒന്നാം പുറത്ത് ഉറപ്പായിട്ടും അമേരിക്കയിലെ പത്രങ്ങളിലുണ്ടാവും. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഖേദപൂർവ്വം പറയേണ്ടി വരും. ദ്രൗപദി മുർമു ആദിവാസി ആയതുകൊണ്ടാണ്. മനഃപൂർവ്വം ആയിരിക്കും. കാരണം ജാതി ഉള്ളത്, നിങ്ങൾ പറയുന്ന ജാതീയമായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അകറ്റി നിർത്തേണ്ടതാണ്, അവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് കരുതുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണെന്ന് പറയുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളിലെല്ലാം ഒന്നാം പുറത്ത് ദ്രൗപദി മുർമു ഈ സ്നാനഘട്ടത്തിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യുന്ന ചിത്രം ഒന്നാം പുറത്ത് വന്നപ്പോൾ മലയാളത്തിൽ മാത്രം അത് വന്നില്ല എന്നാലോചിക്കുമ്പോൾ മറ്റൊന്നുമല്ല, ജാതിയാണ്, ജാതി വെറിയാണ് ഈ മാധ്യമങ്ങളെ നയിക്കുന്നത്. എന്നിട്ട് ഇവർ കള്ളൻ 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 എന്ന് ഇവർ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കള്ളൻ 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 എന്ന് കൊടുക്കും. ആദ്യം ഓടുന്നത് കള്ളനാണ്, അവനാണ് കള്ളൻ എന്ന് പറയുന്നത്. അത് ഈ ജാതി വെറി മനസ്സിലുള്ള മാധ്യമങ്ങൾ അവരുടെ ജാതി വരി കാണിച്ചിട്ട് മറ്റുള്ളവർ ജാതി വരി നടത്തുന്നു എന്ന് പറയും. ഏതായാലും യോഗി ആദിത്യനാഥ് അമ്മേ എന്ന് വിളിച്ചിട്ടാണ് രാഷ്ട്രപതിയെ സ്വാഗതം ചെയ്ത് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചത്. ഗംഗയിൽ സ്നാനം ചെയ്തു. ഒരുപക്ഷെ ഞാൻ കരുതുന്നു ഗംഗാ നദി പുണ്യനദിയാണ്, അല്ലേ? അതെ, പുണ്യനദി. ഹിന്ദുക്കളുടെ നൂറ്റാണ്ടുകളായിട്ട് ഒരു സംസ്കാരം, ഒരു ജനത മുഴുവൻ പുണ്യവതിയായി കരുതുന്ന നദി കൂടുതൽ പുണ്യവത്തായിട്ടുണ്ട് ദ്രൗപദി മുർമു അവിടെ സ്നാനം ചെയ്തതിലൂടെ. കാരണം അതൊരു ചരിത്ര നിയോഗമാണ്. ഈ രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, ഏറ്റവും അധസ്ഥിത വിഭാഗത്തിൽ കഴിയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പദവിയിലെത്തിയ ആ മഹതിയുടെ സ്പർശമേക്കാൻ കഴിഞ്ഞത് ഗംഗാനദിയെ കൂടുതൽ പുണ്യവതിയാക്കി തീർത്തിട്ടുണ്ടാവാം. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.